ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് 92. നമ്മളിന്ന് നോക്കുന്നത് മണ്ഡലം 1 അനുഭാഗം 8 സൂക്തം 36 6 മുതൽ 10 വരെയുള്ള മന്ത്രങ്ങളാണ്. ഇതിലെ ദേവത എന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു, അഗ്നിയാണ്. അഗ്നി പഞ്ചഭൂതങ്ങളിൽ ഒന്നാണ്. ഖരം, ദ്രവം, വാതകം, അഗ്നി. അത് ഊർജമാണ്. നമ്മൾ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്ന ഖരവസ്തു, ദ്രവവസ്തു, വാതക രൂപത്തിലുള്ള വസ്തുക്കളെ കൊണ്ടും പിന്നെയുള്ളത് ഊർജമാണ്. അപ്പോൾ ഊർജമാണ് അഗ്നി കൊണ്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അഗ്നിക്ക് ഊർജത്തിന് എന്തുണ്ട്? പല മുഖങ്ങളുണ്ട്. അതുകൊണ്ടാണ് അതിനെ സർപ്പമായിട്ട് വല്ലതും ചിത്രീകരിക്കും. വ്യത്യസ്ത തലകളുള്ള സർപ്പങ്ങളുണ്ട്, വ്യത്യസ്ത തരം. അഗ്നി ഊർജമാണ്, അത് തരംഗരൂപത്തിലാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഒരു സർപ്പമായിട്ട് ചിത്രീകരിച്ചത്. ചിലപ്പോൾ തൊട്ടാൽ ഷോക്കടിക്കുകയും ചെയ്യും. ഇപ്പോൾ അഗ്നിയുടെ ഉപയോഗങ്ങൾ, പലതരം ഉപയോഗങ്ങളുണ്ട്. ഊർജത്തിൻ്റെ ഉപയോഗം, അഗ്നി എന്ന് പറയുമ്പോൾ തന്നെ അതിന് തന്നെ വെളിച്ചം, ചൂട് എല്ലാം ഉണ്ട്. പക്ഷെ ഊർജം എന്ന നിലയിൽ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എല്ലാം അതിൽ വരുന്നതാണ്. അപ്പം ഇതിൻ്റെ പ്രോപ്പർട്ടീസ്, അതിൻ്റെ ഗുണങ്ങളെല്ലാമാണ് ദേവത അഗ്നി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പറയുന്നത്. നമ്മൾ സയൻസ് ബുക്ക് പഠിക്കുമ്പോൾ ആദ്യം തന്നെ എന്താ പറയുക? ചാപ്റ്റർ 1 ഊർജം, വലിയ വെളിച്ചം, ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഗുണങ്ങൾ കുറേ പഠിക്കും, അതിൻ്റെ ഉപയോഗങ്ങളെല്ലാം പഠിക്കും. അങ്ങനെയാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെയാണ് അഥർവവേദത്തിലെ ചാപ്റ്റർ 1 എന്ന് പറയുന്ന ചാപ്റ്ററെല്ലാം ഉണ്ടെങ്കിലും ഏത് വിഷയത്തെ പറ്റിയാണ് എന്ന് പറയുന്നതിന് ദേവത എന്ന് പറയും. ദേവത അഗ്നി, അതായത് അഗ്നിയെ പറ്റിയാണ് പറയുന്നത്. ദേവത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങൾക്കാണ് ദേവത. പ്രപഞ്ചത്തിലുള്ള എല്ലാറ്റിനെയും രണ്ടായി തിരിച്ചു. പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടായോ അതിനെല്ലാം രണ്ടായി തിരിച്ചു. ഒന്ന് നമുക്ക് ഉപയോഗമുള്ളത്, ഒന്ന് ഉപയോഗമില്ലാതെ, നമുക്ക് ദോഷം ചെയ്യുന്നത്. അപ്പോൾ ഉപയോഗം നമ്മളെ സഹായിക്കുന്നതിനെയാണ് ദേവത എന്ന് പറയുന്നത്. നമ്മളെ സഹായിക്കുന്ന, നമ്മളെ ജീവൻ നിലനിർത്താൻ സഹായിക്കുന്ന വായുവാണ്. വായു ദേവതയാണ്. വെള്ളം ദേവതയാണ്. ബോധം കെട്ടാൻ കുറച്ച് വെള്ളം തെളിച്ചാണ്. അപ്പം അതുകൊണ്ടാണ് ദേവത എന്ന് പറയുന്നത്. അങ്ങനെ ചില ബലങ്ങളെല്ലാം നമ്മളെ രക്ഷിക്കുന്നുണ്ട്. സൂര്യൻ രക്ഷിക്കുന്നുണ്ട്. അതെല്ലാം ദേവത. നദികളിലേക്ക് മനുഷ്യന്റെ വംശമെല്ലാം നദികളിൽ നിന്നാണ് തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ദേവതകൾ എന്ന് പറയുന്നത്. അതിനെ എതിർക്കുന്നത് അസുരര് എല്ലാം പറയാം. അതാണ് ദ്വയമായിട്ട് തിരിച്ചത്. ആ നിലയിൽ വേണം കാണണം. അപ്പോൾ എന്നിട്ട് ദേവത എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന വിഷയമാണ് പറയാൻ പോകുന്നത്. അഗ്നിയെ പറ്റിയാണ് പറയുന്നത്. കെമിസ്ട്രി പുസ്തകത്തിൽ, ഫിസിക്സ് പുസ്തകത്തിൽ ഹെഡിങ് കൊടുക്കുന്ന വായുവിനെ പറ്റിയാണ് പറയുന്നത്. വേദത്തിൽ വന്നിട്ട് ദേവത എന്ന് പറഞ്ഞിട്ട് വായു എന്ന് പറഞ്ഞിട്ട് പറയും. അപ്പം നമുക്കിന്ന് 6-ാമത്തേതിലേക്ക് പോകാം. 6 എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 36 ത്വേദഗ്നേസു ഭഗേയ വിഷ്ട്വ വിശ്വമാഹൂയദേഹവിഹി സത്വം നോ അദ്യ സുമന ഉദാപരം യക്ഷി ദേവാന്ത് സുവീര്യ. അഗ്നിയിൽ തന്നെയാണ് എല്ലാ ഹവിസും അർപ്പിക്കുന്നത്. അതുകൊണ്ട് അഗ്നി സൗഭാഗ്യശാലിയാണ്. പ്രസന്നനായി ഇന്നും മേലിലും ഞങ്ങൾക്ക് വേണ്ടി പരാക്രമികളായ ദേവതകളെ പൂജിക്കുക. ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ യുവാവായ അഗ്നി എന്നാണ് പറയുന്നത്. അഗ്നി യുവാവാണ്. എപ്പോഴും ചുറുചുറുക്കുള്ള ഒരു സംഗതിയാണ് ഊർജം. അതിന് പിന്നെ പ്രായം, വയസ്സായ അഗ്നി, ചെറിയ അഗ്നി എന്നൊന്നും, കുട്ടി അഗ്നി അങ്ങനെയൊന്നുമില്ല. എല്ലാത്തിനും ശക്തി നല്ലവണ്ണം ഉണ്ട്. എപ്പോഴും യുവാവാണ്. നീ സൗഭാഗ്യശാലിയും കൂടിയാണ്. കാരണം എല്ലാ സൗഭാഗ്യങ്ങളും നമുക്ക് ലഭിക്കുന്നത് അഗ്നിയിലൂടെയാണ്. നമ്മുടെ മുഖത്തിനൊരു തെളിച്ചം ഉണ്ടാകണമെങ്കിൽ ആ പ്രസരിപ്പിനെല്ലാം കാരണം അതിലുള്ള ഊർജ സ്രോതസ്സാണ്. ആ നിർമ്മിച്ച വസ്തുക്കളുടെ തിളക്കമാണ്. ആ തിളക്കം എന്നെല്ലാം പറയുന്നത് അതിൻ്റെ ഊർജം, ഇലക്ട്രോണിൻ്റെ അതിൻ്റെ അകത്തുള്ള
ആറ്റോമിക് ഘടനയെല്ലാം ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. എല്ലാ സൗഭാഗ്യങ്ങളും നമ്മളിന്ന് എന്തെല്ലാം സൗഭാഗ്യം നേടിയിട്ടുണ്ടോ അതെല്ലാം പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കളെ അല്ലെങ്കിൽ ദേവതകളെ ഉപയോഗിച്ചിട്ട് അവയെ നമുക്ക് വേണ്ട തരത്തിൽ മാറ്റിയെടുത്തിട്ടാണ്. അതിനെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് ഊർജ്ജമാണ്. ഭൂമിയിൽ കല്ലുണ്ട്, അതിനെല്ലാം പൊട്ടിച്ചിട്ട് മണ്ണെല്ലാം എടുത്ത് കുഴച്ചിട്ട് വീടുണ്ടാക്കുന്നു. അവിടെ ഊർജ്ജം ഉപയോഗിച്ചാൽ നമ്മളെ ശക്തി ഉപയോഗിച്ചിട്ടാണ്. അതിൻ്റെ പിന്നിലെല്ലാം അഗ്നി അല്ലെ ഊർജ്ജ രൂപമാണ് ഉള്ളത്. അപ്പം എല്ലാ സൗഭാഗ്യത്തിനും എന്ത് വസ്തു പ്രപഞ്ചത്തിൽ ഉണ്ടാക്കുന്നത് അതെല്ലാം അഗ്നിയുടെ ഊർജത്തിൻ്റെ സഹായത്താണ്. എന്തുകൊണ്ടാണ് സൗഭാഗ്യശാലി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാ ഹവിസ്സുകളും നമ്മൾ അഗ്നിക്കാണ് അർപ്പിക്കുന്നത്. ഹവിസ്സുകൾ അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വീട് വെക്കണ്ടെങ്കിൽ അല്ലെ ഒരു സാമ്പാർ ഉണ്ടാക്കണ്ടെങ്കിൽ നമുക്ക് വേണ്ട വസ്തുക്കളെയെല്ലാം അഗ്നിക്കാണ്, ഊർജത്തിനാണ് കൊടുക്കുന്നത്. അതാണ് നമുക്ക് അരി പൊടിക്കണം എന്ന് വെച്ചാൽ ഉരലിലിട്ടിട്ട് ഇതെടുത്തിട്ട് കുത്തുമ്പോൾ ഊർജമാണ് പ്രയോഗിക്കുന്നത്. അവിടെ ചൂടെല്ലാവും. എന്നിട്ട് എന്താവും? അത് പൊടിഞ്ഞിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഊർജത്തിന് നമ്മളെ ഹവിസ്സുകൾ, വസ്തുക്കൾ, ഇൻപുട്ടുകൾ, ആധുനിക സയൻസിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഇൻപുട്ടുകൾ അഗ്നിക്ക് ഊർജത്തിന് നൽകി കഴിഞ്ഞാൽ അതതിനെ മാറ്റിയിട്ട് നമുക്ക് വേറൊരു വസ്തു, നല്ല അരിയാണെങ്കിൽ പൊടിച്ചു തരും. കല്ലിൻ്റെ ശക്തിയിൽ അടിക്കുകയാണെങ്കിൽ ആ ഊർജം പ്രയോഗിക്കുകയാണെങ്കിൽ അത് കല്ലിനെ പൊട്ടിക്കും. സാധനങ്ങളെല്ലാം ഇട്ടിട്ട് അരിയെല്ലാം ഇട്ടിട്ട് അതിൻ്റെ അത് വെള്ളത്തിലിട്ട് അഗ്നിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചോറാക്കിയിട്ട്. അപ്പോഴെല്ലാം നമ്മൾ അർപ്പിക്കുന്നത്, ഹവിസ്സുകളെല്ലാം അർപ്പിക്കുന്നത് അഗ്നിക്കാണ്. അതാണ് നമുക്ക് നല്ല നല്ല വസ്തുക്കളായിട്ട് അതിനെ മാറ്റി തരുന്നത്. അത് കിട്ടുമ്പോൾ അത് പ്രസന്നനാകും. അഗ്നി പ്രസന്നനാകുമ്പോഴാണ് അതിന് തൃപ്തിയാവും. ഉദാഹരണമായിട്ട് നമ്മൾ കുറച്ച് ഒരു തിരിയിൽ കുറച്ച് വെളിച്ചെണ്ണയെല്ലാം മുക്കിയിട്ട് കത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല പ്രസന്നതയായിട്ട് പ്രസന്നതയോടെ കത്തും. അത് തൃപ്തിയായി കഴിഞ്ഞാൽ അതിനനുസരിച്ച് കത്തും. ഇപ്പം ചില തിരിയെല്ലാം കത്തിക്കുമ്പോൾ ഇങ്ങനെ പൊട്ടി കൊടുക്കും. അതിന് തൃപ്തിയില്ല എന്നാണ് അർത്ഥം. എന്തോ ആ കൊടുത്ത എണ്ണ ശരിയല്ല. അപ്പം അഗ്നി പ്രസന്നനാണെങ്കിൽ ശുദ്ധമായത് കൊടുത്താൽ അത് നല്ല ശോഭയോടുകൂടി കത്തും. ഇന്നും മേലിലും എല്ലാം തന്നെ ഈ അഗ്നി ഉപയോഗിച്ചുകൊണ്ടേ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുകയുള്ളൂ. അവിടെ എന്ത് ചെയ്യുന്നു? പരാക്രമികളായ ദേവതകളെ അത് അഗ്നി ഉപയോഗിച്ചിട്ട് പൂജിക്കുക. ദേവതകൾ എന്ന് പറഞ്ഞാൽ വസ്തുക്കൾ. നമ്മളിപ്പോൾ ചോറ് വെക്കുകയാണെങ്കിൽ അരിയും വെള്ളമെല്ലാം ദേവതകളാണ്. ആ ദേവതകളെ പൂജിക്കുക. ഇതിൻ്റെ സഹായത്താൽ, അഗ്നിയുടെ സഹായത്താൽ പൂജിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ദേവതകൾ എന്തായി മാറും? പുതിയ വസ്തുക്കളായിട്ട്, ചോറായിട്ടെല്ലാം മാറും. ഇനി നമുക്ക് 7 നോക്കാം. ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 36 7. തം ഖേമിഥ നമസ്വിന ഉപസ്വരാജമാസദേ പൗത്രാഭിരഗ്നിം മനുഷ സമിന്ധദേ തിതിർവാസോ അതിസിദ്ധ്ര. നമസ്കരിക്കുന്ന വ്യക്തി സ്വയം പ്രകാശിതമായ അഗ്നിയെ പൂജിക്കുന്നു. മനുഷ്യർ സ്തുതികളാൽ അഗ്നിയെ പ്രദീപ്തമാക്കുന്നു. നമിക്കുന്ന മനുഷ്യര്, നമിക്കുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മനുഷ്യര് അഗ്നിയെ, സ്വയം പ്രകാശിക്കുന്ന അഗ്നിയെ പൂജിക്കുന്നു. അപ്പം നമ്മുടെ സാധാരണ നിലയിലുള്ള അഗ്നി ഉപയോഗം എങ്ങനെയാണ്? അത് വെളിച്ചം തരും. ഇപ്പം ഊർജത്തിൻ്റെ ഒരു രൂപം വെളിച്ചമാണ്. അപ്പം നമിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ശാന്ത മനസ്സോടുകൂടി സമീപിക്കുന്നവരെല്ലാം വെളിച്ചമാണ് ആദ്യ ആവശ്യം. വെളിച്ചം ഒരു ശാന്ത രൂപമാണ്, നമുക്ക് പ്രസന്നത തരികയാണ്. അങ്ങനെയുള്ള ജനങ്ങൾ എന്ത് ചെയ്യുന്നു? അത്തരം പ്രകാശരൂപമായ അഗ്നിയെ പൂജിക്കുന്നു. എന്നാലോ ശത്രുക്കളെ കീഴടക്കാൻ ഉദ്ദേശിക്കുന്ന മനുഷ്യർ സ്തുതികളിലൂടെ അഗ്നിയെ പ്രദീപ്തമാക്കുന്നു. അതേസമയം ശത്രുക്കളെ നേരിടണമെങ്കിൽ മനുഷ്യർ എന്ത് ചെയ്യുന്നു? സ്തുതികളിലൂടെ, അതിനോട് അനുസരിച്ച ശാസ്ത്ര തത്വങ്ങളിലൂടെ എന്ത് ചെയ്യും? ബോംബെല്ലാം ഉണ്ടാക്കിയിട്ട് അഗ്നിയെ
പ്രദീപ്തമാക്കുന്നു, പ്രകടമാക്കുന്നു. ഒരു ബോംബെല്ലാം നിർമ്മിച്ച് ശത്രുക്കൾ വരുമ്പോൾ അങ്ങിട്ട് കൊടുക്കും. ശാസ്ത്രീയമായിട്ട് ഉണ്ടാക്കണം. അപ്പോൾ എന്ത് ചെയ്യും? അഗ്നി എന്ത് ചെയ്യും? ശത്രുവിനെ കൊല്ലും. അപ്പൊ ശത്രുക്കളെ കൊല്ലണ്ടെങ്കില് അഗ്നിയെ ആ തരത്തില് ശാസ്ത്രത്തിന്റെ സ്തുതികളുടെ അടിസ്ഥാനത്തിൽ സമീപിച്ചാൽ മതി. അത് ശത്രുക്കളെ നശിപ്പിക്കാനുള്ള മാരകമായ ആയുധങ്ങളെല്ലായിട്ട് മാറും. എല്ലാ ശാന്തമായ മനസ്സിൽ നമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ വെളിച്ച രൂപത്തിൽ അഗ്നി നമ്മളെ തൃപ്തിപ്പെടുത്തും. ഇനി അഗ്നിയുടെ പല ഗുണങ്ങളുമാണ്. പ്രകാശോർജ്ജമുണ്ട്, യുദ്ധത്തിനെല്ലാം ഉപയോഗിക്കാം. ഇങ്ങനെ നമ്മൾ സയൻസിൽ പഠിക്കുമ്പോൾ തന്നെ ഹൈഡ്രജൻ ഹെഡിങ് പറയും. ഹൈഡ്രജൻ എന്നിട്ട് തന്നെ ഹൈഡ്രജൻ ഇന്നതാണ് നിറം, ഇന്ന തരത്തിലാണ്, അതിന് ഭാരം കുറവാണ്, ഇങ്ങനെ ബലൂണിലേക്ക് മുകളിലോട്ട് വിടാം. ഇങ്ങനെയെല്ലാം പഠിക്കുന്ന മാതിരിയുള്ള കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. വേറെ വ്യത്യാസമില്ല. പക്ഷേ മുകളിലെ അഗ്നി ഹൈഡ്രജൻ എന്ന് എഴുതുന്നതിന് പകരം ഇവിടെ എന്ത് പറയും? ദേവത ഹൈഡ്രജൻ. ആ വ്യത്യാസമേ ഉള്ളൂ. ദേവത, എല്ലാം പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ദേവതകളാണ്. ഇനി 8 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 36-8 ഘ്നന്തോ വൃത്രം അതരൻ രോദസി അപഉരുക്ഷയായ ചക്രിരേ ഭുവത് കണ്ണോ വൃഷാദുന്യാഹുത ക്രന്ദദശ്വേ ഗവിഷ്ടിഷു. ദേവതകൾ പ്രഹരം നടത്തിയ വൃത്രനെ ജയിക്കുകയും ത്രിലോകങ്ങൾക്ക് വിസ്താരം കൂട്ടുകയും ചെയ്തു. അഭീഷ്ടവർദ്ധകനും ധനപ്രദനുമായ അഗ്നി എപ്പോഴും ഹേമായുക്തനായി ഭവിക്കട്ടെ. കണ്വന് കോക്കൾ മുതലായ സമ്പത്തുകൾ പ്രദാനം ചെയ്യട്ടെ. ഇവിടെ ദേവതകള് മറ്റുള്ളവയുമായിട്ട് ഏറ്റുമുട്ടിയിട്ട്, വൃത്രനുമായിട്ട് ഏറ്റുമുട്ടിയിട്ട് 3 ലോകങ്ങളുടെയും വിസ്താരം കൂട്ടി എന്ന് പറയാണ്. അപ്പൊ പ്രപഞ്ചത്തിൽ എങ്ങനെയാണ് പ്രപഞ്ചമുണ്ടായത്? ആദ്യം കുറെ ആറ്റങ്ങളാണ് ഉണ്ടായത്. ആറ്റങ്ങളെല്ലാം വട്ടത്തിലായിരുന്നു. നടുവിലൊരു ന്യൂക്ലിയസും അതിന് ചുറ്റും ഓർബിറ്റിലെ ഇലക്ട്രോണും ചുറ്റുകയായിരുന്നു. ഈ ആറ്റങ്ങൾ കൂടിച്ചേർന്നിട്ടാണ്, ആ ഓർബിറ്റുകളാണ് പങ്കെടുത്തത്. വേറൊന്നുമായിട്ട് കൂടിച്ചേർന്ന് ഇങ്ങനെയാ ആ വൃത്തമെല്ലാം അങ്ങ് നശിക്കും. അതാണ് വൃത്താസുരനെ നശിപ്പിക്കുക എന്ന് പറയുന്നത്. പുതിയ വസ്തു ഉണ്ടാണെങ്കിൽ ആറ്റത്തിലെ ആ വസ്തുവിൽ കുറേ ആറ്റങ്ങൾ ഇങ്ങനെ കൂടിച്ചേർന്നായിരിക്കും. അതിനെ ആദ്യം പൊട്ടിക്കണം. അപ്പൊ വൃത്രാസുരൻ എന്ന് പറയുന്നത് എപ്പോഴും എതിർക്കുന്ന ശക്തിയാണ്. ഏത് വസ്തുവിനും അതേപോലെ നിൽക്കാനാണ് താല്പര്യം. ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ, സത്വഗുണം. ഒരു കല്ലുണ്ടെങ്കിൽ ആ കട്ടയെ അങ്ങനെ ആ ഷേപ്പിൽ നിൽക്കാനാണ് ഇതിന് ഇഷ്ടം. കാരണം അതിൻ്റെ അകത്തുള്ള ആറ്റങ്ങളെല്ലാം ഇങ്ങനെ യോജിച്ച്, വട്ടാണല്ലോ, യോജിച്ച് നിൽക്കുകയാണ്. ഈ വട്ടത്തെ പൊട്ടിച്ചാൽ മാത്രമേ കല്ല് വേർപെടുകയുള്ളൂ. എല്ലാ ആറ്റങ്ങളെയും, ആ മുറിക്കുന്ന സ്ഥലത്തുള്ള ആറ്റങ്ങളെ, ആ വൃത്തങ്ങളെ പൊട്ടിക്കണം. അതാണ് അതിനെ എതിർക്കുന്ന, ആ വൃത്തം എതിർത്ത് പൊട്ടിക്കാൻ സമ്മതിക്കില്ല. അപ്പോഴാണ് നമ്മൾ ബലം പ്രയോഗിച്ച്, ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ, രജോ ഗുണം ഉപയോഗിച്ച്, അപ്പോൾ ഒരു റിയാക്ഷൻ ഉണ്ട്. അതിനെ തടുക്കുന്ന ഒരു ശക്തിയുണ്ട്. അതിനെ വൃത്രനായിട്ട് കാണുക, വൃത്താസുരനായിട്ട് കാണുക, എതിർക്കുന്ന ശക്തി. അങ്ങനെ നീ പൊട്ടിക്കണ്ട. അപ്പൊ ശക്തി ഉപയോഗിച്ച്, ഊർജം ഉപയോഗിച്ച്, അഗ്നിയുടെ സഹായത്താല് നമ്മൾ ശക്തിയിൽ അടിക്കുമ്പോൾ കല്ലിലെ ഈ വൃത്തം, വട്ടം പൊട്ടും. അങ്ങനെ എന്ത് സാമ്പാറുണ്ടാക്കിയാണെങ്കിലും അതിൻ്റെ അകത്തുള്ള ആറ്റോമിക് ഘടനകളിൽ മാറ്റം വരുത്തിയിട്ടാണ് പുതിയൊരു സാമ്പാർ രൂപത്തിൽ അത് പ്രത്യക്ഷമാകുന്നത്. അതിലെല്ലാം ആറ്റങ്ങൾ വേർപെടുകയാണ്. വൃത്രാസുരൻ ആ ഓർബിറ്റുകൾ അതിനെ എതിർക്കും. വെണ്ടക്കേക്ക് വെണ്ടക്കയായിട്ട് നിൽക്കാനാണ് ഇഷ്ടം. ഉരുളക്കിഴങ്ങിന് ഉരുളക്കിഴങ്ങായിട്ടാണ് നിൽക്കാനാണ് ഇഷ്ടം. പക്ഷേ ചൂടാക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു ഏറ്റുമുട്ടൽ നടക്കുകയും വൃത്രാസുരൻ അതിനെ മാറാൻ സമ്മതിക്കില്ല. പക്ഷേ അഗ്നി ഊർജത്തിൻ്റെ സഹായത്താൽ അതിനെയെല്ലാം പൊളിച്ച് അതിൻ്റെ സത്തെല്ലാം വെളിയിലെടുത്ത് മിക്സ് ചെയ്ത് പുതിയ വസ്തുക്കൾ ഉണ്ടായിട്ടാണ് സാമ്പാർ രൂപത്തിൽ പ്രകടമാകുന്നത്. അപ്പോൾ വൃത്താസുരനെ ജയിച്ചിട്ടാണ്
ഈ 3 ലോകങ്ങളും ഉണ്ടായെന്ന് പറഞ്ഞാൽ ആകെ 100-നടുപ്പിച്ച ആറ്റങ്ങളെ കൊണ്ടാണ് ഈ പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്നത്. അവയെല്ലാം പൊട്ടിക്കുകയും വേറെ പല അളവിൽ കൂട്ടിച്ചേർക്കുമ്പോഴാണ് എന്തായി മാറുന്നത്? പല വ്യത്യസ്തമായ ലോകത്തിലുള്ള വസ്തുക്കളായി മാറുന്നത്. ഏതുപോലെ എന്നാൽ നമ്മളെ അടുക്കളയിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു അൽമാരയിൽ കുറച്ച് സാധനങ്ങളുണ്ട്. അരി ഉണ്ടാവും, ഗോതമ്പുണ്ടാവും, കുറച്ച് മുളകുണ്ടാവും, പൊടിയുണ്ടാവും, മറ്റേ അത് ഇത് ഇതെല്ലാം ഉണ്ടാവും. ഇതിനെ എടുത്തിട്ട് പല അളവിൽ കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മൾ എല്ലാതരം ഭക്ഷണങ്ങളും ഉണ്ടാക്കുന്നത്. പല അളവിൽ കൂട്ടിച്ചേർത്ത് കല്ലും മണ്ണും സിമെന്റും എല്ലാം ഒരേപോലെ തന്നെയാണ്. പക്ഷെ അതിനെ പല അളവിൽ പല രൂപത്തിൽ കൂട്ടിച്ചേർത്തിട്ടാണ് ഈ ലോകത്ത് കാണുന്ന എല്ലാ കെട്ടിടങ്ങളും ഉണ്ടാക്കിയിരിക്കുന്ന കല്ലും സിമെന്റും കോൺക്രീറ്റും കമ്പിയാണ്. പക്ഷെ അതിനെ പല റേഷ്യോയിൽ കൂട്ടിച്ചേർത്തിട്ടാണ് ഈ കാണുന്ന കെട്ടിടങ്ങൾ, സുന്ദരമായ കെട്ടിടങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ആറ്റങ്ങൾ 100 അടുപ്പിച്ച ആറ്റങ്ങളുണ്ട്. അത് വട്ടത്തിലാണ്. ആ വട്ടത്തിന് അതേപോലെ നിൽക്കാനാണ് ടെൻഡൻസി. അതിന് ആരെങ്കിലും പൊട്ടിച്ചിട്ട് വേറെ പല രൂപത്തിൽ കൂട്ടിച്ചേർക്കുമ്പോഴാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ 3 ലോകങ്ങളും ഉണ്ടായത്. അതിനെ എതിർക്കുന്ന ശക്തിയാണ്. വേറൊന്നാക്കി മാറ്റാൻ നോക്കുമ്പോൾ എതിർക്കും, റിയാക്ഷൻ ഉണ്ട്. അതിനെ വൃത്രാസുരനായിട്ട് കാണും. എന്തുകൊണ്ട് വൃത്രാസുരൻ? ആറ്റങ്ങളാണ് ഇതിൻ്റെ, ആറ്റത്തിലെ ഓർബിറ്റുകൾ പൊട്ടുകയും കൂടിച്ചേരുകയാണ് ഏത് കർമ്മത്തിലും നടക്കുന്നത്. കെമിസ്ട്രി അറിഞ്ഞവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കും. അത് ആ അഭിലാഷങ്ങളെല്ലാം സാധിപ്പിച്ച് ധനം നൽകുന്ന അഗ്നി എപ്പോഴും ആ കർമ്മത്തിൽ ഹേതുവായി ഭവിക്കട്ടെ എന്ന് പറയുകയാണ്. അതിൻ്റെ എല്ലാം പിന്നിൽ ഉപയോഗിക്കുന്ന ശക്തി ഏതാണ്? അഗ്നിയാണ്, ഊർജ രൂപത്തിലാണ്. കണ്വൻ മുതലാവർക്ക് ഗോക്കളെ മുതലായ സമ്പത്തുകൾ നൽകി എന്ന് പറഞ്ഞാൽ കണ്വനെല്ലാം പണ്ട് വൈദ്യുതി ഉണ്ടാക്കിയിട്ടുണ്ട്. വേദങ്ങളിലെ ഗോക്കൾ എന്ന് പറയുമ്പോൾ പശുവായിട്ടും എടുക്കാം, പിന്നെ എന്തായിട്ടും എടുക്കാം, ഇലക്ട്രോണുമായിട്ട് എടുക്കാം. ഇലക്ട്രോണിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ അത് ഒഴുകുന്നതിനാണ് വൈദ്യുതി എന്ന് പറയുന്നത്. അപ്പം വൈദ്യുതി ഉപയോഗിക്കുന്നത്, വൈദ്യുതി ഉണ്ടാക്കിയത് ഇലക്ട്രോണിനെ ഓടിപ്പിച്ചുകൊണ്ടാണ്. ഇലക്ട്രോണാണ് ഗോക്കളെ തെളിച്ചു കൊണ്ട് പോകുമ്പോഴാണ്, കമ്പിയിലൂടെ പോകുമ്പോഴാണ് വൈദ്യുതിയായി മാറുന്നത്. അതാര്? കണ്വൻ വേദങ്ങളിലൂടെ വൈദ്യുതി ഉണ്ടാക്കേണ്ട വിവരമെന്ന കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കണ്വന് ഗോക്കളെ നൽകിയതും അഗ്നിയാണ്. ഇനി 9-ാമത്തെ ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 36-9. സംസീതസ്വ മഹാം അസി ശോചസ്യ ദേവവിഹിതമഹാ വിധൂമമഗ്നേ അരുഷം മിയേത്വ സൃജ പ്രശസ്തദർശതം. അഗ്നിയോട് വിരാജിക്കാനും ദേവതകളെ കൊണ്ടുവരുന്ന അഗ്നിയോട് ചൈതന്യവാനാകാനും മനോഹരമായ നീലിമ കോലുന്ന സുന്ദരമായ ധൂമത്തെ പരത്താനും ആഹ്വാനം ചെയ്യുന്നു. അഗ്നിയോട് വരാൻ പറയുകയാണ്. ഏത് രൂപത്തിൽ വരാൻ പറയുകയാണ്? നീ വിരാജിക്കൂ, നീ ഇവിടെ വന്നിട്ട് ഷൈൻ ചെയ്യൂ എന്ന് പറയുകയാണ്. ദേവത കൊണ്ടുവരുന്ന നീ, അതാണ് എല്ലാറ്റിനെയും വിളിച്ചു കൊണ്ടുവരുന്നത്. അഗ്നിയെപ്പം പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ ദേവതകൾ ഉണ്ടാവും. കാരണം ഒരു സാമ്പാർ ഉണ്ടാക്കണ്ടെങ്കിൽ അവിടെ അഗ്നി മാത്രം കൊണ്ടുവച്ചാൽ സാമ്പാറാവില്ല. അതിൽ ഏത് വേണം? ദേവതകൾ വേണം. എന്തെല്ലാം ദേവതകൾ സാമ്പാർ ഉണ്ടാക്കണ്ടെങ്കിൽ? പരിപ്പ് വേണം, മറ്റേ ഇതെല്ലാം വേണം. അതെല്ലാം ദേവതകളാണ്. എന്തുകൊണ്ടാണ് ദേവതകൾ എന്ന് പറയുന്നത്? നമുക്ക് ഗുണത്ത് നമ്മളെ സഹായിക്കുന്നതാണ്, ഭക്ഷണമായിട്ട് തിന്നാൻ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് ദേവതകളാണ്. നമ്മളെ സഹായിക്കുന്നതാണ് ദേവതകൾ, ഈശ്വരനല്ല. ഈശ്വരൻ ഏകനായ ബ്രഹ്മമാണ്. അതൊരിക്കലും നമ്മളെ ഒരു കാര്യത്തിൽ ഇടപെടില്ല. നമ്മളെ സഹായിക്കുന്ന കല്ലും മണ്ണും എല്ലാം തന്നെയാണ്. അതാണ് നമ്മുടെ ദേവതകൾ. നമ്മളെ സഹായിക്കുന്ന എല്ലാം ദേവതകളാണ്. കല്ല്, ഒരു പട്ടി വരുമ്പോൾ എടുത്തെറിഞ്ഞാൽ നമ്മളെ രക്ഷപ്പെടും, അല്ലാതെ വേറെ ഈശ്വരനൊന്നും വന്ന് രക്ഷിക്കൊന്നും. ഈശ്വരൻ എന്ന് പറയുന്നത് നിർഗുണമായ ഏകനായ അതാണ്. ദേവതകൾ എന്ന് പറയുന്നത് ഈ 33 കോടി എന്തെല്ലാം പ്രപഞ്ചത്തിലുള്ള ആ ഈശ്വരൻ, ആ നിർഗുണമായ ബ്രഹ്മം എന്തെല്ലാമായിട്ട് മാറിയിട്ടുണ്ടോ അതെല്ലാണ് ദേവതകൾ. എന്നിട്ട് ദേവതകളെല്ലാം നീയാണ് കൊണ്ടുവരുന്നത്, നീ ചൈതന്യം നൽകുന്നു. അങ്ങ് പുതിയ പുതിയ വസ്തുക്കളെ ഇപ്പോൾ നമ്മൾ അഗ്നി കൊണ്ടുപോയി കഴിഞ്ഞാൽ
അവിടെയുള്ള മറ്റേ വെളിച്ചെണ്ണയും തിരിയും കൂടി ചേർന്നിന്റെ സഹായത്താൽ കത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു? ചൈതന്യം, വെളിച്ചം തരും. ആ ദേവതകൾ ഉപയോഗിച്ചുകൊണ്ട്, വെളിച്ചെണ്ണ എന്ന ദേവത, തിരി എന്ന ദേവത ഉപയോഗിച്ചുകൊണ്ട് അഗ്നി എന്ത് ചെയ്യും? നമുക്ക് ചൈതന്യം, വെളിച്ചം തരും. മനോഹരമായ നീലിമ കലർന്ന സുന്ദരമായ ധൂമം പുകയോടുകൂടി നീ പരത്ത് എല്ലായിടത്തും പരക്കണി എന്ന് പറയുകയാണ്. അപ്പൊ സാധാരണ നിലയില് നീലിമയാർന്ന ധൂമം അതെവിടെയാണ് കുറച്ചും കൂടി നീല നിറത്തിൽ നമ്മൾ കാണുന്ന ഏതാണെന്ന് വെച്ചാൽ പെട്രോമാക്സിലെല്ലാം കുറച്ചും കൂടി നീലയാണ് ആദ്യ സമയം. പിന്നെ അത് നല്ല മാതിരി ഗ്യാസ് സ്റ്റൗവിലെല്ലാം കണ്ടിട്ടില്ല, ആദ്യം കുറച്ച് നീലമായിരിക്കും. ഒരു നീലയോടുകൂടി അടുക്കുമ്പോഴാണ് അതിന് ശോഭ കൂടുന്നത്. അതുകൊണ്ടാണ് നീലിമയോടുകൂടി എന്ന് പറഞ്ഞത്. അപ്പൊ അതിൻ്റെ ആ തീഷ്ണത കൂടി വരുന്നത് എപ്പോഴാണ്? ആ നിറം നീലയോട് കുറച്ച് അടുക്കുമ്പോഴാണ്. ഇനി നമുക്ക് അങ്ങനെ അഗ്നിയുടെ പല സ്വഭാവങ്ങൾ, വെളിച്ചത്തിൻ്റെ തന്നെ സ്വഭാവവിശേഷങ്ങളാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. നമുക്കറിയാം, വെൽഡിങ് റോഡെല്ലാം കത്തിച്ച് വെക്കുമ്പോൾ വെൽഡ് ചെയ്യുന്നുണ്ട്, ഇരുമ്പെല്ലാം മുറിക്കുന്ന. അതിൻ്റെ നിറം എന്താണ്? സാധാരണ തീൻ്റെ നിറമല്ല. അതുകൊണ്ടാണ് നീലിമ ചേർന്നൊരു നമുക്ക് മനസ്സിലാകുന്ന തരത്തിൽ പറഞ്ഞു തന്നെയാണ്. അഗ്നിക്ക് പല വേവ് ലെങ്തിൽ പല സ്വഭാവങ്ങളുണ്ട്. ഇനി 10 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 36 10. യം ത്വാം ദേവാസോ മനവേ ദധുരിഹ യജിഷ്ടം ഹവ്യവാഹന യം കണ്ണോ മേധാതി ധനസ്പൃതം യം വൃഷ യമുപസ്തുതഃ. ഹവിർവാഹകനും പൂജാർഹനുമായ അഗ്നിയെ ദേവകൾ മനുഷ്യർക്ക് വേണ്ടി ഈ ലോകത്തിൽ സ്ഥാപിച്ചു. ധനത്താൽ സന്തുഷ്ടനായ കണ്ണുവിനും ഇന്ദ്രനും മറ്റു ദേവതകളും അഗ്നിയെ സ്വീകരിച്ചു. ഇവിടെ ഹവിർവാഹകനായ അഗ്നിയെ പറ്റിയാണ് പറയുന്നത്. ഹവിർ വഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന സാധനത്തെ വഹിച്ചു കൊണ്ടുപോകാനുള്ള കഴിവ് അഗ്നിക്കുണ്ട്. അത് അഗ്നി വഹിച്ചു കൊണ്ടുപോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ വീക്ഷിച്ചാൽ അതിന് വളരെ വലിയ അർത്ഥങ്ങളുണ്ട്. ചെറുതിൽ നിന്ന് തന്നെ തുടങ്ങും. നമ്മളൊന്ന് കത്തിക്കുകയാണ്, അത് അഗ്നിയാണ്. അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കിയാണെന്ന് വെച്ചോ, ചൂടാക്കുമ്പോൾ അടിയിലെ വെള്ളം ചൂടായിട്ട് ആ വെള്ളം ഇങ്ങനെ വയറുന്നതാണ്. ആ അഗ്നി ആ വെള്ളത്തെയും വഹിച്ചുകൊണ്ട് മുകളിലേക്ക് പോവുകയാണ്. അവിടെ ആ വെള്ളമാണല്ലോ ഹവിർ. നമ്മൾ വെള്ളത്തെയാണല്ലോ ചൂടാക്കുന്നത്. വെള്ളം ചൂടായിട്ട് വെള്ളത്തെ അഗ്നി വെള്ളം ചൂട് പിടിച്ചിട്ട് പോയത് വളരെ കൂടുതലാണെങ്കിൽ അത് ആകാശത്തിലേക്ക് പോകും. കത്തിക്കുമ്പോൾ ആ ചൂട് വായുവിനെയും വലിച്ചുകൊണ്ടാണ് മുകളിലേക്ക് പോകുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ പൊടിയുണ്ടെങ്കിൽ ആ പൊടിയെയും ആ അഗ്നി വഹിച്ചുകൊണ്ട് എവിടത്തേക്ക് പോകും? ആകാശത്തിൽ പോയി മേഘമായി തീരും. ഇതെല്ലാം നമുക്ക് അനുഭവത്തിലുള്ളതാണ്. അപ്പോൾ അഗ്നിക്ക് വഹിക്കാനുള്ള കഴിവുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്, അഗ്നിയുടെ ശക്തി ഉപയോഗിച്ചുകൊണ്ടാണ് ട്രെയിന് പോലും വലിച്ചു കൊണ്ടുപോകുന്നത്, റോക്കറ്റിനെ വലിച്ചു കൊണ്ടുപോകുന്നത്. അപ്പം അഗ്നിക്ക് എല്ലാത്തിനെയും വഹിച്ചു കൊണ്ടുപോകാനുള്ള കഴിവുണ്ട്. ഇനി സൂക്ഷ്മമായിട്ട് നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ, ആധുനിക സയൻസിലോട്ട് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സംസാരിക്കുന്ന സംസാരങ്ങളെ വഹിച്ചു കൊണ്ടുപോകുന്നുണ്ട്, നമ്മുടെ പടങ്ങളെ വഹിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെയാണ് മൊബൈലും TV-യിലും റേഡിയോയിലുമെല്ലാം നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, ആ വേവ്സ് നമ്മളെ ശബ്ദങ്ങളെയും നമ്മളെ പടങ്ങളെയും എല്ലാം വഹിച്ചുകൊണ്ട് വളരെ ദൂരത്ത് പോലും. അതുകൊണ്ടാണ് അതിന് എന്ത് പറയുന്നത്? ദേവദൂതൻ എന്നും പറയുന്നത്. അപ്പോൾ അഗ്നിക്ക് പല തരത്തിൽ വഹിച്ചു കൊണ്ടുപോകാനുള്ള കഴിവുണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം പോലും പറയേണ്ടി വരും. കാരണം സയൻസിൽ അഗ്നി ഉപയോഗിച്ചിട്ട് പല തരത്തിൽ വഹിച്ചു കൊണ്ടുപോകുന്നു. നമ്മളിൽ സാധനങ്ങളെല്ലാം ട്രെയിനിലെല്ലാം വലിച്ചു കൊണ്ടുപോകുന്നത് അഗ്നിയുടെ ഊർജം, റോക്കറ്റ്, വിമാനം, എന്തായാലും. അപ്പം അത്രയും ഹവിർവാഹകനായ അഗ്നിയാണ്. അതിനെ പൂജാർഹനായ അതിനെയാണ് പൂജിക്കേണ്ടത്. കാരണം ദേവതകളെയാണ് നമ്മൾ പൂജിക്കേണ്ടത്.
ദേവതകൾ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടായോ അതിനെ പൂജിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗുണം കിട്ടും. അഗ്നിയെ പൂജിച്ചു കഴിഞ്ഞാൽ അഗ്നി നമുക്ക് വെളിച്ചം തരും. ഒരു തിരിയും എടുത്തിട്ട് എണ്ണയും ഇട്ട് കൊടുത്തിട്ട് ഇന്ന് അഗ്നി പിടിച്ചോ, നിന്നെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നല്ല വെളിച്ചമാണ് തന്നിട്ടുണ്ട്, തിരിയുണ്ട് എന്ന് പറഞ്ഞാൽ അത് തീ കത്തിയിട്ട് നമുക്ക് വേണ്ട നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് നല്ല സുന്ദരമായ വെളിച്ചം തരും. അതെടുത്തിട്ട് ഭക്ഷണം പാകം ചെയ്തത്. അപ്പോൾ നമ്മൾ പൂജിക്കേണ്ടത് എന്താണ്? അഗ്നിയെയാണ്. അല്ലാതെ റോക്കറ്റ് നമുക്ക് ചന്ദ്രനിൽ പോകണോ, അഗ്നിയോട് പറഞ്ഞാൽ മതി. സയൻസിന്റെ അടിസ്ഥാനത്തിൽ റോക്കറ്റിന്റെ മൂട്ടിൽ തീ കൊടുത്തു കഴിഞ്ഞാൽ അതിന് വേണ്ട ഇന്ധനമാണെങ്കിൽ അത് തൃപ്തിയായിട്ട് നമ്മളെ പോന്നിച്ച് അങ്ങ് എത്തിക്കും, അവർ വായിക്കും. അല്ലാതെ ഒരു അഗ്നിയുടെ പടവും ഒരു വിളക്കും കത്തിച്ച് വെച്ച് ഈ സൂക്ത മന്ത്രം 10ാമത്തെ മന്ത്രവും ചൊല്ലിക്കൊണ്ടിരുന്നിട്ട് എന്നെ അങ്ങ് ചന്ദ്രനിലെത്തിക്കുന്നു എന്ന് പറഞ്ഞ് എന്നെ വഹിച്ചുകൊണ്ട് അങ്ങ് ചന്ദ്രനിലെത്തിക്കുന്നു എന്ന് പറഞ്ഞാലും ഒരു ചന്ദ്രനിൽ എത്താൻ പോകുന്നില്ല. അപ്പം നമ്മളെ സഹായിക്കുന്ന വസ്തുക്കൾ അഗ്നിയാണ്, വസ്തുക്കളാണ്. അതുകൊണ്ടാണ് ഇതിനെ ദേവതകൾ എന്ന് പറഞ്ഞാൽ നമ്മളെ സഹായിക്കുന്നത്. വെള്ളം ദേവതയാണ്, അഗ്നി ദേവതയാണ്. അല്ലാതെ ഈശ്വരനല്ല. ഈശ്വരൻ ഇതിനകത്തൊന്നും തലയിടാതെ ദൂരെ നിൽക്കുകയാണ്. ഇതിനെല്ലാം സൃഷ്ടിക്ക് പിന്നിലുള്ള ആ ശക്തി വിശേഷം അവിടെ നിൽക്കുകയാണ്. അതാണ് ഈശ്വരൻ. ഈശ്വരനെ കൊണ്ട് നമുക്ക് നേരിട്ട് ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. നമുക്ക് കൊണ്ടുവരുന്ന ദേവതകൾ, കല്ല്, മണ്ണ്, അതിനെല്ലാം എടുത്തിട്ട് കുഴച്ചിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് വീടാക്കി അത് തരും. പട്ടി വരുമ്പോൾ ഒരു കല്ലെടുത്തിട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ പട്ടീനെ ഓടിക്കാം, നമ്മളെ സഹായിക്കും. അല്ലാതെ കല്ലുമ്പോൾ പട്ടി വരുമ്പോൾ കല്ല് നീ പോയിട്ട് തന്നെ കല്ലിനെ ഒരു വിളക്കെല്ലാം കത്തിച്ച് വെച്ച് കല്ല് മുമ്പിൽ വെച്ചിട്ട് നീ ആ പട്ടീനെ ഓടിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടി വന്ന് കടിച്ചിട്ട് പോകും. അപ്പം പൂജ എന്ന് പറയുന്നത് അഗ്നിയെ പൂജിക്കുക എന്ന് പറഞ്ഞാൽ അഗ്നിക്ക് വേണ്ട തരത്തിൽ കൊടുത്താൽ അത് തൃപ്തിപ്പെടുത്തും. അപ്പം അഗ്നിയെ പൂജിക്കുക എന്ന് പറഞ്ഞാൽ അഗ്നിയിൽ നല്ലൊരു തിരിയെടുത്ത് നല്ല വെളിച്ചെണ്ണ ഇട്ടിട്ട് വെളിച്ചെണ്ണ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് ശുദ്ധമായ വെളിച്ചം തരും. നല്ല വെളിച്ചെണ്ണയല്ല തല്ലിപ്പൊളി വെളിച്ചെണ്ണ കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ പൊട്ടിക്കൊണ്ടും ചീറ്റലോടും കൂടിയിട്ടാണ് വെളിച്ചം തരുന്നത്. അഗ്നിയെ തൃപ്തിപ്പെടുത്തുക, പ്രസന്നമാക്കുക. അപ്പോൾ അതിനെന്താണോ വേണ്ടത് അതിനെ ഹവിസർപ്പിക്കുക. ചോറ് വേണമെങ്കിൽ അഗ്നിക്ക് അരിയും വെള്ളവും ശുദ്ധമായ നിലയിൽ ക്ലീനാക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അഗ്നി സംതൃപ്തനായിട്ട് നമുക്കെന്ത് തരും? ചോറ് തരും. അരിയും വെള്ളമെല്ലാം അതെടുത്തു പോകും. ഇതാണ് പൂജ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സയൻസിന്റെ അടിസ്ഥാനത്തിൽ അഗ്നിയെ സമീപിക്കുക. അതിനുവേണ്ടി മനുവിന് വേണ്ടി ഈ ലോകത്തിൽ സ്ഥാപിച്ചു. മനുവിലൂടെയാണ് സൃഷ്ടിക്രമം നടത്തിയിരിക്കുന്നത്. ഈ എല്ലാ സൃഷ്ടികളുടെ പിന്നിലും പ്രവർത്തിക്കുന്നത് അഗ്നിയാണ്. അത് വലിയ അർത്ഥങ്ങളുണ്ട്. എല്ലാം സയൻസിലോട്ട് ചിന്തിക്കുമ്പോൾ വലിയ കാര്യങ്ങളാണ്. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും. ധനത്താൽ സന്തുഷ്ടനായ കണ്വനും എന്ന് പറഞ്ഞാൽ വേദങ്ങൾ എഴുതിയ കണ്വമുനി അഗ്നി ഉപയോഗിച്ചിട്ട് എന്തെല്ലാം ചെയ്യാമെന്ന് വേദങ്ങൾ എഴുതി തന്നിട്ടുണ്ട്. അതുപയോഗിച്ച് ധനത്തിൽ സന്തുഷ്ടനായ കണ്വനും ഈ അഗ്നി ഉപയോഗിച്ചുകൊണ്ട് ധനം നേടിയിട്ടുണ്ട്. അഗ്നിയുടെ ഊർജം ഉപയോഗിച്ചിട്ട് എന്തെല്ലാം ചെയ്യാം? ധനം നേടാം. പല തരത്തിൽ പല വസ്തുക്കൾ ഉണ്ടാക്കിയിട്ട് പ്രൊഡക്ഷൻ നടത്തിയിട്ട് ധനം നേടാം. ലോകം ധനം നേടുന്നത് അഗ്നി ഊർജത്തിന്റെ സഹായത്താൽ തന്നെയാണ്. അതുകൊണ്ട് ധനത്താൽ സന്തുഷ്ടനായ കണ്വൻ അഗ്നിയെ പൂജിച്ചു എന്ന് പറയുക, സ്വീകരിച്ചു എന്ന് പറയുകയാണ്. അപ്പം കണ്വൻ സ്വീകരിച്ചിട്ടുണ്ട് അഗ്നി. കാരണം കണ്വൻ പുസ്തകത്തിലൂടെ പറഞ്ഞു തരികയാണ് അഗ്നി ഉപയോഗിച്ചിട്ട് നമുക്ക് ഇങ്ങനെ എത്രയോ പുരോഗതികൾ നേടാം. പിന്നെ ഇന്ദ്രനും സ്വീകരിച്ചു. ഇന്ദ്രൻ ആരാണ്? നമ്മളൊരു സാമ്പാർ ഉണ്ടാക്കുമ്പോൾ നമ്മളാണ് അതിനെല്ലാം ഏകോപിപ്പിക്കുന്നത്. പുറത്ത്, അകത്തല്ല, പാത്രത്തിൻ്റെ പുറത്ത്. നമ്മൾ സാമ്പാറിൻ്റെ സാധനങ്ങളെല്ലാം അളവിൽ മുറിച്ച് കഴുകി വൃത്തിയാക്കി ശുദ്ധമാക്കി ശുദ്ധ വെള്ളമെല്ലാമായിട്ട് അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്ത് അടിയിൽ അഗ്നി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കുറേ പ്രവർത്തനങ്ങൾ, സ്ട്രക്ചറൽ ചേഞ്ചസ് നടക്കുന്നു. അതാരാണ് ഏകോപിക്കുന്നത്? ആ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്ന ഒരു സയൻസ് തത്വമാണ്. ആ സയൻസ് തത്വത്തിൽ നിന്നൊരു പ്രേരക ശക്തി വരുന്നുണ്ട്. ആ പ്രേരക ശക്തിയാണ് അതിനെല്ലാം ഏകോപിപ്പിക്കുന്നത്. കാരണം പ്രേരക ശക്തി ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി ഇല്ലെങ്കിൽ ഒരു ഫംഗ്ഷനും നടക്കില്ല. അപ്പൊ അതിൻ്റെ അകത്തും പ്രേരിപ്പിച്ച് ഏകോപിപ്പിക്കുന്ന ആ ശക്തിയാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്.
ഇന്ദ്രൻ എങ്ങനെയാണ് അത് ഏകോപിപ്പിക്കുന്നത്? ഈ കൊടുക്കുന്ന ഊർജത്തിന്റെ സഹായത്താൽ. ഊർജത്തെ ഉപയോഗിച്ചുകൊണ്ട് ആ വെണ്ടക്കേനെല്ലാം അടിച്ച് പൊളിച്ച് സ്മൂത്താക്കി നല്ല പദമുള്ളതാക്കി അതിൻ്റെ നീരുകളെയെല്ലാം കൂട്ടിച്ചേർത്ത് പുതിയ രാസവസ്തുക്കൾ ഉണ്ടാക്കിയിട്ട് നല്ല സാമ്പാർ പരുവത്തിന് നമുക്ക് തരും. ഏതിൻ്റെ സഹായത്താൽ? അഗ്നിയുടെ സഹായത്താൽ. ആര്? ഈ പ്രവർത്തനത്തെ ഏകീകരിക്കുന്ന പാത്രത്തിൽ ഏകീകരിപ്പിക്കുന്ന ശക്തി ഏതാണ്? ഇന്ദ്രനാണ്. അപ്പം ഇന്ദ്രൻ ആരെ സ്വീകരിച്ചു? അഗ്നിയെയും സ്വീകരിച്ചു. അപ്പം ഇന്ദ്രൻ ലോകത്തിൽ എന്ത് കർമ്മം നടക്കുന്നു അതിനെ ഏകോപിപ്പിക്കുന്ന ഇന്ദ്രൻ അഗ്നിയെ സ്വീകരിച്ചു. കണ്ണു മഹർഷി അഗ്നിയെ സ്വീകരിച്ചു. ഋഷികൾ അതുപോലെ എല്ലാവരും അഗ്നിയെ സ്വീകരിക്കുക. ലോക പുരോഗതിക്കായി, നമ്മുടെ പുരോഗതിക്കായി, നമ്മുടെ ആഗ്രഹ സാധിക്കുന്നതിന് വേണ്ടിയാണ്.